തിരുവനന്തപുരത്ത് PSC പരീക്ഷയിലെ ആൾമാറാട്ടം ഒരൊറ്റപ്പെട്ട സംഭവമാണോ? ഇതിനു മുൻപും ഈ രീതിയിൽ തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടുണ്ടോ? PSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയതോടെ ഇനി കേസിൽ കൂടുതൽ വ്യക്തത കൈവന്നേക്കും. നേമം സ്വദേശികളും സഹോദരങ്ങളുമായ അമൽജിത്ത്, അഖിൽജിത്ത് എന്നിവരാണ് കീഴടങ്ങിയത്. ഇരുവരെയും വഞ്ചിയൂർ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പൂജപ്പുര പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവരും കഴിഞ്ഞ 2 ദിവസമായി ഒളിവിലായിരുന്നു. ബുധനാഴ്ച നടന്ന സർവകലാശാല LGS പരീക്ഷയിൽ പൂജപ്പുരയിലെ പരീക്ഷാ കേന്ദ്രത്തിലാണ് ആൾമാറാട്ട ശ്രമം നടന്നത്. പരീക്ഷാ ഹാളിൽ ബയോമെട്രിക് പരിശോധന ആരംഭിച്ചതിന് പിന്നാലെയാണ് ആൾമാറാട്ടം നടത്തിയ അഖിൽജിത്ത് ഇറങ്ങി ഓടിയത്. സഹോദരൻ അമൽജിത്തിനു വേണ്ടി പരീക്ഷ എഴുതാനായാണ് ഇയാൾ എത്തിയത്. ആദ്യമായാണ് PSC ബയോമെട്രിക് പരിശോധന നടത്തുന്നത്. ഇക്കാര്യം അറിയാതെ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാൻ എത്തുകയായിരുന്നു അഖിൽജിത്ത്. അധ്യാപകർ പിന്നാലെ ഓടിയെത്തിയതോടെ മതിൽ ചാടിക്കടന്ന് പുറത്ത് കാത്തുനിന്ന സഹോദരന്റെ ബൈക്കിൽ ഇരുവരും കടന്നു കളഞ്ഞു. നേമം സ്വദേശികളായ പ്രതികൾ 2 ദിവസം ഒളിവിൽ തുടർന്നതിന് ശേഷമാണ് വഞ്ചിയൂർ കോടതിയിൽ ഹാജരായത്. ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.